കൈപ്പെട്ടാല് പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങിയോ? എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്താലോ. ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. ആനി ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണിയാ? അതെ, ടോണി. ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ചു കാണൂല്ലേ? ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചുവപ്പ്! ആനയുടെ കവിൾത്തരം പോലെ. നല്ല സാധനമാണ് സാർ, ഒരു സംശയവും വേണ്ട. അമേരിക്കയിലേക്ക് ഇതിനിപ്പോ വലിയ ഡിമാൻഡാ. എപ്പോ കിട്ടും? വിവരം അറിയിച്ചാൽ മതി. പാർട്ടി ഉടനെ ബോംബെ നിൽക്കും. ശരി, വരാൻ പറ. ഓക്കെ സാർ. എന്റെ ഉമ്മ ഇതും കഴിക്കണ? ഇപ്പൊ തന്നെ ഫുള്ളായി. ഇടയ്ക്കൊന്ന് ഫുള്ളാവുന്നത് നല്ലതാ. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലേ? ജമാല് കഴിക്കുന്നത് കാണുന്നതാ എന്റെ സുഖം. ആരുടെ പേരില റിസർവേഷൻ? പ്രതിമ ജോഷി. എവിടുന്നാ വരുന്നത്? ബോംബെ. അഡ്വാൻസ് വേണോ? വേണ്ട, റൂം എടുക്കുമ്പോ തന്നാ മതി. ഓക്കെ, താങ്ക്സ്. ജമാലേ, ഇവൻ ആരാണെന്നറിയാവോ? ഇല്ല. ഇവനാണ് ജോർജ്. ആളെ കൊല്ലുന്ന മയക്കുമരുന്ന് കച്ചവടമാണ് ഇവന്റെ തൊഴിൽ. ഞാനിപ്പോ വരാം. You still here? Why don't you go? मैडम, he purchase. मैंने पहले ही कह दिया ना, तुम रात को आओ. अभी मेरे पास कुछ भी नहीं है. That is correct, मैडम. ചരക്ക് സാറിന് തന്നെ കിട്ടുമെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി. क्या उरपो? मुझे बिल्कुल नहीं समझता तुम्हारा लैंग्वेज. I'll take the money when I give you the material in the night. രാത്രി സാധനം കിട്ടും, അപ്പൊ കാശ് കൊടുത്താൽ മതിയെന്നാ. Oh. My card. ഓക്കെ മാഡം, see you in the night. താനല്ലേ പറഞ്ഞോളൂ മലയാളിയാണെന്ന്, എന്നിട്ട് മലയാളം പറയുന്നില്ലല്ലോ. ഒക്കെ അഭിനയൂല സാറേ. മീര നായർ അവളുടെ പേര്. കൂടെയുള്ളതാരാ? അപ്പനെ? ആരായാലും എന്താന്ന്, നമുക്ക് നമ്മുടെ കാര്യം നടന്ന പോരെ. केशन ചേട്ടാ, പാഴ്സൽ ഓഫീസിൽ പോയി ഇത് ഡെലിവറി എടുത്തോണ്ട് വരൂ. എത്തിക്കാണോ? ബോംബെ അയച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വിളിച്ചു ചോദിച്ചതിന് ശേഷമല്ലേ നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞത്. ഓ, ആ പാഴ്സൽ സൂക്ഷിക്കണം. അതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ. അറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ ഇവിടെ ആദ്യമാണ്, അത് ഓർമ്മ വേണം. ഓ, ഹലോ ഓപ്പറേറ്റർ, call to Bombay. I'll call you back. Okay. Yes?
ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? What? മീര നായർ. क्या बोला? मीरा नायर? वो कौन? മലയാളത്തിൽ പറവങ്ങളെ മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. ഐ എം സോറി. ഐ മിസ്റ്റേക്ക് യു ഫോർ മിസ് മീര നായർ. ഐ എം സോറി. അയ്യോ പാമ്പ്! അയ്യോ എവിടെ? മലയാളം? ക്യാ മലയാളം? ആപ്കോ മലയാളം നഹീ മാലൂം? ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ആരാണ് നിങ്ങൾ? എന്ത് വേണം? ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇരിക്കൂ. ഇരിക്കുന്നേ. നീ ബോംബെയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഷെട്ടിയുടെ ആളാണെന്നും നിന്റെ പേര് മീര എന്നാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിരുന്നുവെന്നും എനിക്കറിയാം. നാട്യങ്ങളും ജാടകളും ഒന്നും ഇനി വേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽക്കാരാ. നീ ചരക്ക് വിൽക്കാൻ വന്നവൾ, ഞാൻ വാങ്ങാൻ വന്നവൻ. ഇന്നയാൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വില കൂടുതൽ ആര് തരുന്നോ അവർക്ക് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞത് നുണയല്ല. ഇനി പറ, ഞാൻ എവിടെ എപ്പോ വരണം സാധനം വാങ്ങിക്കാൻ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഗൗതമൻ. ഈ തൊഴിലിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടാതെ പോയത്. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് തുടരും. അപ്പം മീരയ്ക്ക് എന്നെ ബോധ്യമാവും. ഞാൻ എപ്പോ വരണമെന്ന് പറഞ്ഞില്ല. രാത്രി വന്നാ മതി. എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. ഇതേ ഹോട്ടലിൽ ഇതേ മുറിയിൽ? ഉം. ആ, അപ്പൊ ഇത് വിട്ടിരിക്കട്ടെ. വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മീരയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ല, ആ. രാത്രി കൊണ്ടുവന്നാ മതി. ഓക്കെ, അപ്പൊ ഞാൻ വരും രാത്രി 10 മണിക്ക് കൃത്യം. ഓക്കെ? ഉം. ഹലോ, ശേഖർ ഹിയർ. വന്ദനം സാർ. ശങ്കറാണ്, സാറിൻ്റെ ഒരു പഴയ സുഹൃത്ത്. ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കാരണം സാറിന് ചില്ലറ മാനക്കേടൊക്കെ ഉണ്ടായി. എനിക്കതിൽ വേദനയുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വിളിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സാറിനെ സഹായിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ രക്ഷിക്കാം. ഒപ്പം സാറിനൊരു സൽപ്പേരും ചെറിയൊരു പ്രൊമോഷനും. എന്തു പറയുന്നു? റാസ്കൽ, എനിക്ക് പ്രൊമോഷണൽ സൽപ്പേരും നീ വാങ്ങി തരാൻ പോകുന്നു? ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താ സാർ? അല്ല, ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ശരിയാ. വല്ല പോലീസോ കസ്റ്റംസോ ആയിരിക്കൂ. പോലീസോ കസ്റ്റംസോ ആണെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം എന്താ? ചേട്ടൻ വരുന്നവരെ കാത്തിരുന്ന് തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്താ പോരെ? കൂടാതെ അയാൾ പൈസ ആയിട്ടാ വന്നത്. കോൺ? എനിക്കാകെ പേടിയാകുന്നു കുഞ്ഞ്. അയാൾ പോലീസോ കസ്റ്റംസോ ബയ്യറോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാൾ പ്രഗത്ഭനാണ്. നമ്മളെക്കുറിച്ച് അയാൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ നിലയ്ക്ക് അയാൾ ആരായിരുന്നാലും അയാളെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോ ഇതൊക്കെ? അതിന് രാത്രി വരെ കാക്കണ്ട. ഇപ്പോൾ തന്നെ പക്ഷേ രവി ഏൽപ്പിച്ച് കാശും വാങ്ങി സ്ഥലം വിടാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹോട്ടലിൽ വന്നയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയോ നിങ്ങൾ ആരാന്നറിഞ്ഞേ സാധനം വാങ്ങാൻ വന്ന ആളായിരിക്കും. എന്നാലും ആരെടാ അവൻ? ഞാൻ തന്നെ. രാത്രി 10 മണിക്ക് നിന്നെ തേടി ഹോട്ടലിൽ വന്നാൽ നിന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? സാധനവുമായി ഇയാൾ വരുമ്പോ
ഹോട്ടലിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ വാങ്ങുന്നവൻ എനിക്ക് കിട്ടില്ലല്ലോ. ഏ ബഹൻ, ये काम में तुम्हारा एक्सपीरियंस बहुत बहुत कम है, समझा? എടുക്കടാ. അനങ്ങി പോരുത്. ഈ കെട്ടിടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. കമാൺ. ധാരാ കൊണ്ടുവന്നേ. മുഖം എനിക്ക് ഓർമ്മയില്ല. സാറിന് തരാൻ കുറച്ച് മധുരപലഹാരങ്ങളാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് മുഖം അഡ്രസ് നോക്കാൻ? ഹലോ, ഞാൻ തന്നെയാണ് സാർ. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ നുണയല്ലാന്ന്? സാറിന്റെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. അവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സാറിന്, വേറൊന്നുകൂടെ കിട്ടി, പണം. അത് ഞാൻ എടുത്തു. ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലേ സാറേ. ആ പിന്നെ ഒരു കാര്യം, ആ സാധനം എത്രയും വേഗം നശിപ്പിച്ചേക്കണം. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മുതലാത്. സാറിന് വേണ്ടാത്ത വല്ല ടെംപ്ടേഷനും തോന്നിയാലോ? ദേഷ്യം തോന്നരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ. എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ ഒക്കില്ലല്ലോ. എനിവേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീറ്റ് യുവർ ജെഇ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി പ്ലീസ്. റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു. എന്തിനാണ് സൂചി പിടിച്ചിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചു തിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പാട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പാട്ടാ, പപ്പാട്ടാ. ആ അകത്തുണ്ടായിരുന്നോ? ഉം. സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, ഉം. അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോ തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ആ, ആ, ആ. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. സോറ നമ്മളെ പുരയിൽ ഇരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. കുവൈത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുവോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്കും ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ, നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആ ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന്
ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തതുകൊണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. അനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അപ്പോൾ വന്നാൽ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ആള് വരും വരും എന്ന് പറഞ്ഞാ വില്ലേജ് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂ. ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ. വാസുദേവൻ. ടോണി.